അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നവോത്ഥാന നായകനാണ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പല കാലങ്ങളിലായി പലരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കള്ളവാദക്കാരായിരുന്നു എന്ന് മുസ്ലിം ലോകം വിധി എഴുതിയിട്ടുമുണ്ട്. യഥാർത്ഥ ഇമാം മഹ്ദി ആര്? പ്രത്യക്ഷപ്പെടുന്നത് എവിടെ? ബൈഅത്ത് എങ്ങനെ? തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തെല്ലാം? ലോകത്ത് നടത്തുന്ന മുന്നേറ്റങ്ങളും ഭരണവും ഏതു രൂപത്തിൽ? തുടങ്ങി ഇമാം മഹദിയെക്കുറിച്ച് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമാം മഹദിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഭൂമിയിൽ അക്രമങ്ങളും അനീതികളും നിറഞ്ഞ ശേഷം നീതി നിറക്കാൻ വേണ്ടി വരുന്ന ഭരണാധികാരിയാണ് ഇമാം മഹദി. മദീനയിലായിരിക്കും ഇമാം മഹദിയുടെ ജനനമുണ്ടാവുക. അഷൂറായിൻ്റെ രാത്രിയിൽ മഖാമു ഇബ്രാഹിമിനും റുക്കുനുൽ യമാനിക്കുമിടയിൽ വെച്ചായിരിക്കും ബൈഅത്ത് ചെയ്യപ്പെടുക. 7 വർഷമായിരിക്കും ഭരണകാലം എന്നതാണ് പ്രസക്തമായ റിപ്പോർട്ട്. എന്നാൽ 9, 10, 20, 24, 30, 40 തുടങ്ങിയ ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത വർഷങ്ങൾക്കെല്ലാം അതിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സുന്നത്തുകളെ സ്ഥാപിക്കുകയും ബിദ്അത്തുകളെ നിർമാർജനം ചെയ്യുകയും ചെയ്യും. ഭൂമി മുഴുവൻ അദ്ദേഹത്തിന്റെ അധികാരത്തിലായിരിക്കും. മഹാനായ ഇമാം മഹ്ദിയുടെ ഭരണത്തിന് കീഴിൽ ഈ സമുദായം ഐശ്വര്യത്തിലായിരിക്കും. സമൃദ്ധമായ മഴ ലഭിക്കുകയും വിളകൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. ആടും ചെന്നായയും ഒരേ സ്ഥലത്ത് മേഞ്ഞു നടക്കുന്നതായി കാണപ്പെടും. അന്തരീക്ഷത്തിലെ പക്ഷികളും കടലിലെ മത്സ്യങ്ങളും കാട്ടുമൃഗങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ഇഷ്ടപ്പെടും. പാമ്പുകളും തേളുകളുമായി കുട്ടികൾ കളിക്കും. ആ ഇഴജന്തുക്കൾ അവരെ ഉപദ്രവിക്കുകയില്ല. ഒരു മുദ്ദ് വിത്ത് കൊണ്ട് 700 മുദ്ദ് ഭക്ഷണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പലിശ, ലോകമാന്യം, വ്യഭിചാരം, മദ്യപാനം എന്നിവ ഉയർത്തപ്പെടും. ഇത്തരം അനാചാരങ്ങളൊന്നും കാണപ്പെടുകയില്ല എന്നർത്ഥം. കുരിശുകൾ തച്ചുടക്കപ്പെടും, പന്നികൾ വധിക്കപ്പെടും, ഭൂമി സ്വർണത്തിൻ്റെ നിധികൾ പുറംതള്ളും. 3000 മലക്കുകൾ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാനുണ്ടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖമീസും വാളും കൊടിയും ഉണ്ടായിരിക്കും. പ്രസ്തുത കൊടിയുടെ മേൽ അൽ ബൈഅത്തു ലില്ലാഹി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതേ മഹാനായ ഇമാം മഹ്ദിയുടെ തലക്കുമീതെ വെച്ച് മേഘങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും: അള്ളാഹുവിൻ്റെ ഖലീഫ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തെ നിങ്ങൾ പിന്തുടരുക. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുന്ന രൂപത്തിൽ മേഘത്തിൽ നിന്ന് ഒരു കൈ പുറത്തു വരും. ഉണങ്ങിയ പ്രദേശത്ത് മഹാനായ ഇമാം മഹ്ദി പച്ച ചെടി കുത്തിയാൽ അത് പെട്ടെന്ന് പച്ച പിടിക്കും. അദ്ദേഹത്തോട് ദൃഷ്ടാന്തങ്ങൾ തേടുമ്പോൾ മഹാനവറുകൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷിക്കു നേരെ കൈ കാണിക്കും. മഹാനവറുകൾ പ്രസ്തുത പക്ഷി അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വീഴും. സുഫിയാനി എന്ന ക്രൂരനായ ഭരണാധികാരിയെ മഹാനവറുകൾ വധിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. ഈസാ നബി അലൈഹി സ്വലാമിന് ഇമാമായി നിസ്കരിക്കുന്നത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആയിരിക്കും. ദജ്ജാലിനെ വധിക്കുന്നതിൽ പങ്കാളിയായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണനാമം, കുടുംബം, അതുപോലെ തന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുൻപ് ലോകത്ത് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വീണ്ടും കാണാം.